മക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ വഞ്ചി പണിയുന്ന വീഡിയോ ആണ്. നമ്മുടെ വഞ്ചിയുടെ അണിയൻ പോയിട്ട് കെട്ടപ്പുറത്തിരിക്കുകയെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാരെ വഞ്ചി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വഞ്ചി ഇന്ന് പണി തുടങ്ങിയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വിൽസൺ ചേട്ടൻ. പുള്ളിയാണ് വഞ്ചി പണിയണത്. നമ്മൾ കുഞ്ഞിത്തൈലുള്ളതാണ് പുള്ളിയെല്ലാം കണ്ടീഷനായിട്ട് വഞ്ചി പണിയും. അപ്പോൾ പുള്ളിനെ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഇത്ര നാൾ നിന്നത്. പുള്ളി വർക്കിനായിട്ട് വേറെ സ്ഥലത്തൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. പുള്ളി വന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തോടെ പണി തീർക്കാനാണ് പ്ലാൻ. നമുക്ക് അണിയവും പിടിപ്പിക്കണം, പിന്നെ വില്ലും പിടിപ്പിക്കാറുണ്ട്. വില്ല് ഇന്ന് പിടിപ്പിക്കുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ നമുക്ക് എത്ര വേണം വഞ്ചി പണി തീർക്കണം. നമ്മൾ ഇത്ര നാൾ വേറെ വഞ്ചിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തോടെ തീർക്കാനാണ് പ്ലാൻ. നമ്മൾ വഞ്ചി പണിയാൻ വേണ്ടി എടുത്തേക്കണ മരം ആര്യപ്പിൻ്റെ മരമാണ്. ആര്യപ്പിൻ്റെ ഗുണം നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് അതും വെച്ച് കട്ടിലൊക്കെ ഉണ്ടാക്കാം. നല്ല ഗുണമുള്ളതാണ്. നമുക്ക് നടുവേനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വില്ലച്ചിൻ്റെ ഉള്ളിൽ ആര്യപ്പൊക്കെ ഉണ്ടായി. അത് മുറിച്ചപ്പോൾ നമ്മൾ എടുത്തേക്കണത് റെഡി ആയിക്കൊണ്ടാണ് വഞ്ചി പണിയാൻ വേണ്ടി. നല്ല മരമാണ്. നമ്മുടെ വഞ്ചി ഫുള്ള് എടുത്തേക്കണത് ആഞ്ഞിലിയാണ്. 30 വർഷം പഴക്കമുണ്ട്. നമ്മൾ അതുകൊണ്ട് ഇത്ര നാളായിട്ട് ഇപ്പോഴാണ് അവർ പണി വന്നേക്കണത്. കാരണം വെച്ചാൽ നമ്മൾ പണി കഴിയുമ്പോൾ അപ്പം തന്നെ വഞ്ചി കറക്കേറ്റി വെക്കും. വെള്ളത്തിൽ ഇടാറില്ല. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ വഞ്ചി വേഗം ചീത്തയായി പോകും. അതുകൊണ്ടാണ് ഇത്ര കണ്ടീഷനിൽ ഇത്ര നിന്നത്. നമ്മുടെ സൈഡിലെ പലയൊക്കെ മാറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനും വിളിച്ചേരും കൂടിയാണ് സെറ്റാക്കണത്. നമ്മൾ വഞ്ചി പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റങ്ങൾ ഒരു നേരിയ വണ്ണം കുറഞ്ഞ കയറും, പിന്നെ ചകിരിക്കയറും ചകിരിയാണ്. ഇതാണ് ഈ സാധനമാണ്. 2 സാധനം മെയിൻ, വേറൊന്നുമില്ല. അത് വെച്ച് ഇപ്പോൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പടിയിലത്തെ ഭാഗങ്ങളൊക്കെ കെട്ടി മുറുക്കി ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുകളിൽ സൈഡ് ഒന്ന് ലെവലാക്കിയാണ്. അടുത്തൊരു കഷ്ണം വെക്കാൻ വേണ്ടി, സൈഡിൽ ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്തൊരു പീസ് കട്ട് ചെയ്യാണ്. അപ്പർ സൈഡിലെ പീസ് വെക്കാൻ വേണ്ടി മരം കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അപ്പർ സൈഡ് വെക്കാനുള്ള പീസ് നമ്മുടെ വിൽസൺ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡിലെയും പീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഷേപ്പിലിരിക്കാൻ വേണ്ടിയാണ് കുറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ വഞ്ചിയുടെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. വിൽസൺ ചേട്ടൻ വൈകിട്ടോടെ തീർത്തിട്ടുണ്ട്. നല്ല കണ്ടീഷനിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, നല്ല ഷേപ്പിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എല്ലാം പക്കയാണ്. നമുക്ക് ഞാൻ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനുണ്ടെന്ന്, സൈഡൊക്കെ ഒന്ന് ഉരുട്ടാനുണ്ട്. അത് അച്ഛനാണ് ചെയ്യണത്. അപ്പോൾ അച്ഛൻ ഗ്രൈൻഡ് ചെയ്യാണ്. നമുക്ക് ഗ്രൈൻഡിങ് പിറ്റേ ദിവസം ചെയ്തത്. സൈഡൊക്കെ ലെവലാക്കി നല്ല പക്കയായിട്ട് ഉരുട്ടി ഷേപ്പാക്കിയാണ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊന്ന് വീശാൻ പോകണം. അതുവേണ്ടിയാണ് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. വഞ്ചിയുടെ മൊത്തം പണി കഴിഞ്ഞ് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ വണ്ടി കൊടുക്കാണ്ട്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അച്ഛൻ നാളെ ബോട്ടിൽ പോകും. അപ്പോൾ വണ്ടി കൊടുത്തിട്ട് പോകുള്ളൂ. ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.